തെന്നിന്ത്യയിൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന താരമാണ് നയൻതാര. മലയാള സിനിമയിൽ അഭിനയിച്ച് പേരെടുത്ത ശേഷം തമിഴിലേക്ക് ചേക്കേറിയ നയൻതാര പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. തെന്നിന്ത്യയിലെ പല ഭാഷകളിലും ഹിന്ദിയിലുമൊക്കെ അഭിനയിച്ച് തൻ്റെ പ്രതിഭ തെളിയിച്ച് അനവധി ആരാധകരെ സമ്പാദിച്ച താരമാണ് നയൻതാര. മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെ കടന്നു വന്ന് മലയാളികളെ രസിപ്പിച്ച നയൻതാര പിന്നീട് അനവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു. മോഹൻലാലിനൊപ്പവും മമ്മൂട്ടിക്കൊപ്പവും ജയറാമിനൊപ്പവുമൊക്കെ അഭിനയിച്ച നയൻതാര തമിഴിലേക്ക് പോയപ്പോൾ കൂടുതൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യേണ്ടി വന്നപ്പോൾ അവരുടെ ഗ്രാഫ് കുത്തനെ ഉയരുകയായിരുന്നു. സ്ത്രീ കേന്ദ്രീകൃതമായ വേഷങ്ങളിലും അഭിനയിച്ച് അവർ പ്രശസ്തി നേടി. അതുകൊണ്ട് തന്നെ തെന്നിന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് നയൻതാരയെ വിളിക്കുന്നത്. ഈ ഇടയ്ക്ക് നയൻതാരയുടേതായി റിലീസ് ചെയ്യപ്പെട്ട പല ചിത്രങ്ങളും പരാജയമായിരുന്നു. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ടെസ്റ്റ്, അതിൽ നയൻതാരയും മാധവനും സിദ്ധാർത്ഥും മീര ജാസ്മിനുമൊക്കെ അഭിനയിച്ച ചിത്രം വൻ പരാജയമായിരുന്നു. നയൻതാര അഭിനയിച്ച അനവധി സിനിമകൾ പരാജയമായിരുന്നു. 2022 റിലീസായ കാത്തുവ കുല 2 കാതൽ എന്ന ചിത്രവും 2023 ആഡ്ലി ഷാറൂഖ് ഖാൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ജവാനുമാണ് നയൻതാരയുടേതായി ഇതിനു മുൻപ് നല്ല കളക്ഷൻ നേടി വിജയിച്ച സിനിമകൾ. മറ്റുള്ള എല്ലാ സിനിമകളും പരാജയമായി. അതുകൊണ്ട് തന്നെ ആരാധകരും സിനിമാ പ്രേമികളും പറയുന്നത് നയൻതാരയുടെ താരമൂല്യം കുറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസങ്ങളിലായി നയൻതാര വലിയ മാനസിക സംഘർഷത്തിലാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഒരു വിജയ ചിത്രമെങ്കിലും ഉണ്ടായിട്ട് കുറേ കാലമായി. അതുമാത്രമല്ല, തമിഴിലെ പല മുൻനിര നടന്മാരുമായും അഭിനയിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ ഒത്തുവരുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കാരണം മുൻനിര നടന്മാരോട് അഭിനയിച്ചാൽ മാത്രമേ താരപരിവേഷം അവിടെ നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്ത്രീ കേന്ദ്രീകൃതമായ കഥാപാത്രങ്ങളെ, നായിക കഥാപാത്രങ്ങളെ അഭിനയിച്ച് വിജയിപ്പിക്കാൻ സാധിക്കണം. ഇത് രണ്ടും നയൻതാരയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല. എന്തൊക്കെയായാലും നയൻതാര ഇപ്പോൾ അഭിനയിച്ചു വരുന്ന 2 ചിത്രങ്ങൾ ഒത്തിരി പ്രതീക്ഷയുണ്ടാക്കുന്ന ചിത്രങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്ന് പാൻ ഇന്ത്യൻ ചിത്രമായി ഒരുങ്ങുന്ന ടോക്സിക്, അതുപോലെ തമിഴിൽ ഒരുങ്ങുന്ന മണ്ണാങ്കട്ടി, മൂക്കുത്തി അമ്മൻ 2, രാക്കായി തുടങ്ങിയ ചിത്രങ്ങൾ പ്രതീക്ഷ നൽകുന്നതെന്നാണ് നയൻതാരയുടെയും പ്രതീക്ഷ.